ഇന്നലത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ പി എസ് ജിനെ എന്താ പറയുക, എല്ലാ ടീമുകളെയും തോൽപ്പിച്ചു വന്ന പി എസ് ജിനെ ചെൽസി വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ പ്രിപ്പയർ ആയി വന്ന ചെൽസി ഇന്നലെ 3 ഗോളിനാണ് തോൽപ്പിച്ചത്. ഒരു ഫുട്ബോൾ പ്രേമി പോലും പ്രെഡിക്റ്റ് ചെയ്യാത്ത സ്കോറിന് നമ്മളൊരു ആസ് എ ചെൽസി ഫാൻ പലരും വിചാരിച്ചിട്ടുണ്ടാവും കളി ജയിക്കും എന്നുള്ളത്. പക്ഷേ ഇത്ര ആധികാരികമായിട്ടൊരു 3 ഗോളിന് ജയിക്കും എന്നുള്ളത് ഒരാൾ പോലും പ്രതീക്ഷിച്ചില്ല. പി എസ് ജി എന്താണോ ചെയ്യുന്നത് അതിന് പക്ക പ്ലാനായിട്ട് പി എസ് ജിയുടെ ബിൽഡപ്പ് അവിടെ നടക്കാതെ പി എസ് സിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം പെഡ്രോം എൻസോ ഫെർണാണ്ടസും അവിടെ പ്രസ് ചെയ്യാൻ നിൽക്കുക, ഉള്ളിൽ വിറ്റീനെ അതുപോലെ തന്നെ ജാവോ നെവസ് ആരാണ് ബോൾ വാങ്ങാൻ പോണത് ആ പ്ലെയറെ കൂടെ ജെയിംസ് നിൽക്കുക. അത് വെൽ പ്രിപ്പയർ ആയിട്ടാണ് ഇന്നലെ നിന്നിരുന്നത്. അവിടെ ഈ 2 പ്ലെയേഴ്സാണ് കളി മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ആ 2 പ്ലെയേഴ്സിനെ തടുത്തു. അതുപോലെ തന്നെ 2 വിങ്ങേഴ്സിൻ്റെ കൂടെ ഹക്കീമിൻ്റെ കൂടെ ന്യൂനോ മെൻഡസിൻ്റെയും കൂടെ ഹക്കീമിൻ്റെ കൂടെ പെഡ്രോ നെറ്റോനെ നിർത്തി, ന്യൂനോ മെൻഡസിൻ്റെ കൂടെ ഗസ്റ്റോനെ നിർത്തി. അത് എന്താ പറയുക, അതിമനോഹരമായ ഫുട്ബോൾ എന്നല്ല ചെൽസി കളിച്ചത്. ഒരാൾക്ക് പോലും ചെൽസി ജയിക്കും ഇത്ര അധികാരിയായിട്ടെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഒരുപാട് പേര് ഭയങ്കര എന്താ പറയുക വിശകലനം ചെയ്യുന്ന ആളുകൾ പറഞ്ഞിരുന്നു ചെൽസി തോൽക്കും, പി എസ് ജി ഒരു 5 ഗോളിന് ജയിക്കും, 4 ഗോളിന് ജയിക്കും എന്നൊക്കെ പറയുന്നു. അതൊക്കെ വെറും ഇത് ഫുട്ബോളാണ്. ഇവിടെ ഒരാളും അധികായികന്മാരില്ല. ഞാൻ മാത്രമാണ് ജയിക്കുള്ളൂ എന്ന് പറയാൻ പറ്റൂല. ഫുട്ബോളാണ്, ആർക്കും ജയിക്കുക. അതാണ് ഇന്നലെ കണ്ടത്. കാരണം ചെൽസി നല്ല ടീമുണ്ട്, നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ആ ഒരു ഒത്തിണക്കം ചെൽസിനെ ഇന്നലെ കപ്പടിക്കാൻ വളരെയധികം സഹായിച്ചു. അതുപോലെ തന്നെ ഇന്നലെ ചെൽസിയുടെ ഓരോ ഏരിയ എന്നാണെങ്കിലും ഇപ്പം ഇന്നലെ സാഞ്ചസൊക്കെ ഒരുപാട് ആളുകൾ പ്രീമിയർ ലീഗ് വരുത്തിയിട്ട് സാഞ്ചസിനെ മാറ്റണം എന്ന് പറഞ്ഞൊരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഞ്ചസ് ഇന്നലെ ഗോൾ കീപ്പർ വളരെ മനോഹരമായിട്ടാണ് ഇന്നലെ ബോൾ കളിച്ചിരുന്നത്. കാരണം ആ ബിൽഡപ്പ് അവിടെ പ്രസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എപ്പോഴും 2 വിങ്ങേഴ്സിനെയും സ്ട്രൈക്കർക്കും ഒരു എന്താ പറയുക അതിമനോഹരമായ ബോളുകളാണ് സാഞ്ചസിൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നത്. പിന്നെ പറയാലോ, കൈസയുടെ സെൻറ്ററിൽ അതിമനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തു. ഫിസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി ഫിസിക്കലിയും ഒരാൾ കടക്കാതെ ആളെ ഫുൾ എഫേർട്ട് എടുത്ത് ഫുൾ ശരീരം ഇട്ടിട്ടാണ് മൂപ്പരാൾ കളിച്ചിരുന്നത്. സെൻട്രൽ ഹാഫിൽ ഇക്കഡോറിൻ്റെ കൈസയുടെ ഒരു രക്ഷയില്ലാത്ത ഗെയിം കളിച്ചു. പിന്നെ ഗസ്റ്റോ പറയാനില്ല, അത് ബിഗ് ബാക്ക് നിന്ന് ആ രണ്ടാമത്തെ ഗോളൊക്കെ അല്ല ഒന്നാമത്തെ ഗോളൊക്കെ ഗസ്റ്റ് സുഖമായിട്ടാണ് ഉള്ളിൽ നിന്ന് മടക്കിയിട്ട് ആ ബോൾ വെച്ച് കൊടുത്തിട്ട് പാമർ ഗോൾ അടിക്കണത്. അതേപോലെ ഫസ്റ്റ് ഓരോ പൊസിഷനിലും ഇപ്പോൾ സ്ട്രൈക്കറാണ് ജാവോ പെഡ്രോ, പിന്നെ പാമറിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കാൻ നല്ലത്. പിന്നെ ഒരു ഫിനിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ഫിനിഷിങ്. ആ 2 ബോൾ ഗോൾ അടിച്ചത് എന്താ പറയുക, ഇത്ര സിമ്പിളായിട്ട് ഒരു കോൾഡ് പാമ്പ് എന്ന് പറഞ്ഞാൽ അവനെ പറയുന്നത് ചെയ്യുക. കാരണം അത്ര കൂളായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫിനിഷ് ചെയ്യണത്. ഒരു രക്ഷയില്ല. പിന്നെ രണ്ടാമത്തെ ഗോളിന് ഒരു ഫേക്ക് ഇട്ടു. അയ്യോ എന്ത് ഫേക്ക് എന്ന് പറയാം. ആ ഫേക്കിലൊക്കെ ഒരു പ്ലെയർക്ക് ബോൾ ആ വിറ്റീനയുടെ ഇങ്ങനെ നിന്ന് വിറ്റീൻ്റെ പൊസിഷൻ തരും. നിങ്ങൾ ആ ഗെയിം മുഴുവനായിട്ട് വാച്ച് ചെയ്താൽ മനസ്സിലാവും. കാരണം അത്ര വേൾഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിയുള്ളൊരു ആ ഒരു നിമിഷത്തിൽ അത് ചെയ്തിട്ട് പിന്നെ അയാളെ സിമ്പിളായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അടിച്ച് കയറ്റിയ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യാണ്. അത് ഇന്നലത്തെ ചെൽസിയുടെ ഗെയിം എന്ന് പറയുന്നത് ഓരോന്നിലും ഇപ്പോൾ ഇന്നലെ പി എസ് ജിയുടെ ഓരോ എന്താ പറയുക 2 വിങ്ങേഴ്സ് 2 വിങ് ബാക്കുകൾ എപ്പോഴും കൗണ്ടർ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുക. ആ രണ്ടാളെയും അച്ചറഫ് ഹക്കീമിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ന്യൂനോ മെൻഡസിൻ്റെ കൂടെ ആണെങ്കിലും കൃത്യമായിട്ട് ആ രണ്ടാളെയും മാർക്ക് ചെയ്ത് അവിടെ ആ കളി നിർത്തി. ആ സെൻട്രലിൽ വിറ്റീന് അതുപോലെ തന്നെ ജാവനോസ് ആരാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ നിർത്തി. അങ്ങനെ വെൽ പ്ലാനായിട്ട് വെൽ പ്രിപ്പയർ ആയിട്ടാണ് ടീം കളിച്ചത്. ചെൽസിക്ക് ഒന്നും പറയില്ല. ചെൽസി ഡിഫെൻസ് ആണെങ്കിലും ഹാഫ് ആണെങ്കിലും അറ്റാക്കിംഗ് തേർഡ് ആണെങ്കിലും ഗംഭീര കളി. ആ മൂന്നാമത്തെ ഗോളിന് പാമർ കൊടുത്ത ബോളും ജാവോ പെഡ്രോൻ്റെ ഫിനിഷും വേൾഡ് ക്ലാസ് എന്ന് പറയാതെ വേറെ ഒന്നും അതിന് പറയില്ല. ഒരു പി എസ് ജിക്ക് ഒരു ആത്മവിശ്വാസം കൂടുതലുണ്ട്. കാരണം എല്ലാവരും തോൽപ്പിച്ചു, അവർ നല്ല ടീമുണ്ട്. അവർ ആ ഒരു കളി കഴിഞ്ഞപ്പോൾ അത് കാണാറുണ്ട്. കാരണം ആ കളി കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ആ കളി കഴിഞ്ഞ് ലൂയിസ് എൻറിക്ക് വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവർക്കണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ചെൽസി ജയിച്ചത്. കാരണം ചെൽസി ഓൾറെഡി പറഞ്ഞിരുന്നു ഞങ്ങൾ ഇന്റർ മിലാനോ റയൽ മാഡ്രിഡോ അല്ല. ചെൽസിയുടെ ഡിഫൻഡർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇന്റർ മിലാനോ റയൽ മാഡ്രിഡോ ഞങ്ങൾ സുഖമായിട്ട് തോൽപ്പിക്കാൻ പറ്റൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം ആ ഒരു ആത്മവിശ്വാസം അവരെ ഈ വിജയത്തിൽ അതാണ് നിർണായക പങ്കുവച്ചത്. പിന്നെ അവർ ഇന്നലത്തെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ തയ്യാറായിട്ട് ഇന്നലെ ചെൽസി വന്നിരുന്നു. അത് ചെൽസിയുടെ കളിയിൽ കണ്ടിരുന്നു. ഒരു രക്ഷയില്ലാത്ത കളി, ഗംഭീര കളി. പിന്നെ ഒരുപാട് ആളുകൾ ചെൽസിയിൽ അക്കൗണ്ട് വന്നാണ് ചെൽസിക്ക് നല്ല നല്ല ടീമുകൾ കിട്ടില്ല. ഈ പറയുന്ന ആളുകൾ
ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണത്, ഫ്ലമെങ്കോ മോശപ്പെട്ട ടീമല്ല, പാൽമറാസ് മോശപ്പെട്ട, ഇവർക്കെതിരൊക്കെ നന്നായി കളിച്ചിട്ടാണ് ചെൽസി വരുന്നത്. ഇവരോടൊക്കെ നല്ല ടീമുകൾ തോറ്റിട്ടുണ്ട്, യൂറോപ്പിലത്തെ നല്ല ടീമുകൾ ഇവരോടൊക്കെ തോറ്റ് പുറത്തായ ആളുകളുണ്ട്. പക്ഷേ ഇവരോടൊക്കെ നല്ല കളി കളിച്ച് ഇവരോടൊക്കെ ജയിച്ചിട്ടാണ് ചെൽസി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെൽസിക്ക് എളുപ്പമാണ്, ചെൽസിക്ക് ഭാഗ്യമുണ്ട്, അവരെ എളുപ്പ ഗ്രൂപ്പിൽ കിട്ടി. ഇവരെല്ലാം നല്ല ടീമിനെ തോൽപ്പിച്ചാണ് PSG വരുന്നത്. PSG സുഖമായിട്ട് കപ്പെടുത്തു. ആ ഒരു നെഗറ്റീവ് അവിടെ വന്നു. പക്ഷേ ഇത് ഫുട്ബോളാണ്. ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, എനിക്കോ വേറൊരുത്തനോ ഒരാളും ഇത് കയ്യിലുള്ളതല്ല. ആർക്കും ആരും തോൽപ്പിക്കുക. അത് അവനാൻ്റെ ദിവസമാണോ സുഖമായിട്ട് തോൽപ്പിക്കാൻ പറ്റും. PSG മോശപ്പെട്ട ടീമാണെന്നല്ല പറയണത് ഞാൻ. PSG നല്ല ടീമാണ്, ഗംഭീര ടീം. പക്ഷെ PSG എന്താണോ PSG പ്ലാൻ കൊണ്ട് വന്നത് അതിൻ്റെ പക്ക നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെൽസി നടന്നത്. ആ ചെൽസിയുടെ ഗെയിമിൽ അത് കാണുകയും ചെയ്തു. വെൽ പ്രിപ്പയർ ആയിട്ട് വെൽ പ്ലാനായിട്ട് ചെൽസി ഇന്നലെ കളിച്ചു. ആ വിജയം ചെൽസിക്ക് കിട്ടി. ഒരിക്കലും ഒരു ഫുട്ബോൾ പ്രേമി, ഒരു ചെൽസി ആരാധകനും വിജയിക്കാത്ത 3 ഗോളിന് അതിമനോഹരമായ വിജയം. എന്തായാലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇനി അടുത്ത 4 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 4 കൊല്ലത്തെ വിന്നേഴ്സായിട്ട് ഇപ്പോൾ ഒരു പുതിയ ഫോർമാറ്റിൽ വന്നിട്ട് ആദ്യത്തെ വിന്നേഴ്സായിട്ട് ചെൽസി വന്നു. ഇനി 4 കൊല്ലം ചെൽസിക്ക് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സ്ഥാനത്തിരിക്കുക. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പ്രീമിയർ ലീഗിൽ നമ്മളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ചെൽസി ഈ കളി കളിച്ചില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. പ്രീമിയർ ലീഗാണ്, എന്തും സംഭവിക്കുക, ആർക്കും ആരും തോൽപ്പിക്കും. എന്തായാലും ചെൽസി ഒരു രക്ഷയില്ല. കൺഗ്രാജുലേഷൻസ്, താങ്ക് യു വെരി മച്ച്.